നാരായണൻകുട്ടി കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. നാരായണൻകുട്ടിയുടെ നോട്ടം ഉള്ളതുകൊണ്ട് വീട് പഴയപടി തന്നെ. അല്ലെങ്കിൽ ഇപ്പോ കാടും പടലും കയറി എന്തായനെ. നമ്മളെ ഐശ്വര്യമായിട്ട് പോയി വാതിൽ തുറക്ക്. ഇനി ഇവിടെ വിട്ട് എങ്ങും പോകുന്നില്ല. അമ്മേ, അമ്മേ. ആഹാ, മോളായിരുന്നോ? നീ എവിടെ പോയിട്ട് വരുന്നു? ലോൺ അടച്ചിട്ട് വരുന്ന വഴിയാ അമ്മേ. ബാ. ജോലിയൊന്നും കഴിയാറായില്ലേ അമ്മേ? ഓ, ഒന്നും ആയില്ല. ദേ, സാമ്പാറിനുള്ളത് അരിഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. അമ്മണി വന്നില്ലേ? ഇല്ല, ഇവിടെ വന്നിട്ട് 2 ദിവസം നേരി കണ്ട് പറഞ്ഞതാ. പക്ഷെ അവള് വന്നില്ല. തണുത്ത വെള്ളമുണ്ടോ അമ്മേ? ദേ, ഫ്രിഡ്ജിലുണ്ട്. പിന്നെ എന്തൊക്കെയാ മോളെ വിശേഷങ്ങള്? പ്രത്യേകിച്ചൊന്നുമില്ല അമ്മേ. സുമിത്ര മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്ന രോഷത്തിൽ അവിടെ ഒരാള്. അതിനിപ്പോ നമ്മൾ രോഷം കൊണ്ടിട്ട് എന്താ അമ്മേ? എത്ര പറഞ്ഞാലും രമേശേട്ടന്റെ തലയിൽ കയറില്ല. ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങൾ കാണുമ്പോ മനസ്സിന് വല്ലാത്ത ഉത്കണ്ഠ. എന്താമ്മേ, ഇവിടെ എന്തുണ്ടായി? യമുനയുടെ കാര്യമാ. യമുനയുടെ കാര്യോ? അതെ, വിശാല് ചെയ്തു തന്നത് വലിയൊരു കാര്യം തന്നെയാ. പക്ഷേ പിന്നീടത് അപകടം ചെയ്യുമെന്ന് എനിക്കൊരു ഭയം. അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രസാദിന്റെ വസ്തു വാങ്ങിയത് യമുനയാണല്ലോ. കഴിഞ്ഞ ദിവസം പ്രസാദിന് അവളുടെ ഒരു ഫോൺ വന്നിരുന്നു. ഫോണോ? എന്തിന്? ആ വസ്തുവിൽ അവൾ ഉടനെ വീട് വെക്കാൻ പോകുന്നെന്ന്. അതിന്റെ പ്ലാൻ പ്രസാദ് തന്നെ വരച്ചു കൊടുക്കണമെന്ന്. പ്ലാൻ വരയ്ക്കലും വീട് വയ്ക്കലും എല്ലാം കൂടി ആവുമ്പോ പണ്ടത്തെ പോലെ എനിക്ക് പേടിയാവുന്നു മോളെ. പ്ലാൻ വരയ്ക്കാനെന്നും പറഞ്ഞ് പിന്നെ അടുത്തുകൂടിയ ആ അടുപ്പം വഴി വിട്ടു പോവില്ലേ? ആലോചിച്ചിട്ട് എനിക്കൊരു മനസ്സുഖവും ഇല്ല. മറുഭാഗത്ത് യമുനയായതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. അതെ മോളെ, യമുനയുടെ മനസ്സ് നമ്മളൊക്കെ കാണുന്നതിന്റെ അപ്പുറത്താ. പണ്ടേ പ്രസാദിനോട് അവൾക്ക് താല്പര്യമുണ്ടല്ലോ. ഒരിക്കൽ രമേശേട്ടൻ എന്നോട് സൂചിപ്പിച്ചിരുന്നു, സുമിത്രയ്ക്കൊരു ചുട്ട മറുപടി കൊടുക്കാൻ ഒരു പകവീട്ടിലെ പോലെ യമുനെ തിരിച്ചു വിളിച്ചോണ്ട് വന്നാലോ എന്ന്. ഈ രമേശന് ഇതെന്തു പറ്റി? ഓരോ തലതിരിഞ്ഞ ചിന്തകള്. പക്ഷേ ഞാനത് മുളയിലെ നുള്ളിക്കളഞ്ഞു അമ്മേ. എന്നാലും അവൾ ഇനിയും പ്രസാദിനെ വിളിക്കും, പ്ലാൻ ചോദിച്ചോണ്ട്. അപ്പൊ എന്തു ചെയ്യും? വിളിച്ചോട്ടെ. പക്ഷേ അവൾ എത്ര ശ്രമിച്ചാലും പ്രസാദിന് ഇനി വഴിതെറ്റിക്കാനാവില്ലമ്മേ. ആ കാര്യത്തിൽ അമ്മയ്ക്ക് ഒരാശങ്കയും വേണ്ട. യമുനയുടെ പേരും ഗ്ലാമറും ഒന്നും പ്രസാദിനെ ഇനി സ്വാധീനിക്കാൻ പോകുന്നില്ല. കാരണം അത്ര പക്വത നേടിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പ്രസാദ്. എന്തോ എനിക്കാകെ പേടി തോന്നുന്നു. Our company has come to a decision to bring you back to the same post
which you have held. We are also glad to inform you that we have approved all your needs and suggestions. Hence, I shall be pleased if you join the company and take charge of the post of Chief Architect at the earliest. Thanking you, yours faithfully. Okay? ഓക്കെ സർ. ആ സ്വാമി വന്നോ? ഇരിക്കൂ. താങ്ക് യു സർ. ഞാൻ പ്രസാദിനുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ തയ്യാറാക്കുകയായിരുന്നു. ഒന്ന് വായിച്ചേ. Our company has to come to a decision to bring you back in the same post which you have held. We are also glad to inform you that we have approved all your needs and suggestions. Hence, I shall be pleased if you join the company and take charge of the post of Chief Architect at the earliest. ആർ യു സാറ്റിസ്ഫൈഡ്? ഓഫ് കോഴ്സ്. കമ്പനിയുടെ നന്മയല്ലേ സാർ എൻ്റെ തൃപ്തി. പക്ഷേ ഇന്നലെ കാലത്ത് സംസാരിച്ചപ്പോഴും നെഗറ്റീവ് ആയിരുന്നല്ലോ സാറിന്റെ സ്റ്റാൻഡ്. പിന്നെ ഇങ്ങനെ ഒരു മനംമാറ്റം. ഒരുപാട് ആലോചിച്ചു സ്വാമി. സ്വാമി പറയും പോലെ കുറെ ഫ്ലാഷ് ബാക്കുകൾ, പ്രസാദിനെ സംബന്ധിച്ച ബാക്ക് ഫയലുകൾ, ഡൽഹി ഓഫീസിലെ അയാളുടെ പെർഫോമൻസ്, സർവീസ്. സ്വാമി പറഞ്ഞതിൽ സത്യങ്ങളുണ്ടെന്ന് തോന്നി. ഒരു തെറ്റ് കാരണം 9 ശരികളെ മറക്കാൻ പാടില്ലല്ലോ സാർ. എക്സാക്ട്ലി. വിശേഷിച്ചും അയാളുടെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള അത്ഭുതകരമായ മാറ്റങ്ങൾ പരിഗണിക്കുമ്പോൾ അന്വേഷിച്ചാൽ പ്രസാദിനോളമോ അതിലേറെയോ എഫിഷ്യൻസി ഉള്ള ഒരു എഞ്ചിനീയറെ നമുക്ക് കിട്ടിയേക്കാം. പക്ഷേ പ്രസാദിനെ തന്നെ കിട്ടില്ലല്ലോ. പ്രസാദ് കമ്പനിയെ ഒരിക്കലും ചതിച്ചിട്ടില്ല സാർ. കമ്പനിക്ക് നഷ്ടം വരുത്തിയെന്നത് സത്യമാണ്. പക്ഷേ അതാ മനുഷ്യൻ മനഃപൂർവ്വം ചെയ്തതായിരുന്നില്ല. ഐ നോ ഹിസ് പേഴ്സണൽ പ്രോബ്ലംസ്. അത് അയാളെ തകിടം മറിച്ച് കളഞ്ഞു. അതോടെ സ്റ്റിയറിംഗ് കയ്യിൽ നിന്ന് പോയി. പക്ഷേ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയല്ല പ്രധാനം. അതുകൊണ്ടാണ് കമ്പനി പ്രസാദിനെ ശിക്ഷിച്ചത്. എനിവേ, ദാറ്റ് ചാപ്റ്റർ ഈസ് ഓവർ. കമ്പനി അതിന് പ്രായശ്ചിത്തവും ചെയ്തു. പ്രസാദ് മുന്നോട്ട് വെച്ച ഉപാധികൾ അത്രയും അംഗീകരിച്ചുകൊണ്ട് തന്നെ കമ്പനി പ്രസാദിനെ തിരിച്ചെടുക്കുകയും ചെയ്തു. പോരെ സ്വാമി? ധാരാളം. ആ, ഈ ലെറ്റർ ഇന്ന് തന്നെ പ്രസാദിന് പോകണം. Yes, sir. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഒരു ഗുഡ് ന്യൂസ് പറയാനാണ് എന്നെ വിളിപ്പിച്ചത്. ഈ മാസം 5-ാം തീയതി നിന്നെ റിലീസ് ചെയ്യും. സാർ, എന്താ വിശ്വാസമായില്ലേ? സാർ, എനിക്ക് അച്ഛനെ ഒന്ന് വിവരം അറിയിക്കണം. അതൊക്കെ ഞാൻ അറിയിച്ചോളാം. പിന്നെ ബാബു, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ബോധപൂർവം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, ഗത്യന്തരമില്ലാതെ ആയുധങ്ങൾ എടുത്തു പോകുന്നവരുമുണ്ട്. 2ാമത്തെ വിഭാഗത്തിൽ പെടുന്നവനാണ് നീ. പക്ഷേ നിയമത്തിന്റെ ദൃഷ്ടിയിലായാലും സമൂഹത്തിന്റെ ദൃഷ്ടിയിലായാലും അറസ്റ്റ് ചെയ്യപ്പെട്ടവൻ കുറ്റവാളിയാണ്, ക്രിമിനലാണ്. നിന്നെ തളർത്താൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്, തളരാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം ഈ വരുന്ന 5-ാം തീയതി നീ റിലീസാവുമ്പോൾ ജയിലിന്റെ വാതിലിന് പുറത്തുള്ള ലോകത്തെ നീ മുൻകൂട്ടി കാണണം. ആ ലോകത്തിന്റെ റിയാക്ഷനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. ചെയ്ത കുറ്റത്തിന്റെ പശ്ചാത്തലം ആരും അന്വേഷിക്കില്ല. ആവർത്തിച്ചു പറഞ്ഞാലും ആരും വിശ്വസിക്കുകയുമില്ല. കാരണം ഒരു മുൻവിധിയുടെ പുറത്താണ് സമൂഹത്തിന്റെ നിൽപ്പ്. പെരുമാറ്റം ആ മുൻവിധിയുടെ അടിസ്ഥാനത്തിലും. മുമ്പ് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ പോലും മുഖം തിരിച്ച് നടന്നേക്കാം. ബന്ധുക്കൾ നിനക്ക് മുമ്പിൽ വാതിൽ വലിച്ചടച്ചേക്കാം. അവരുടെ എല്ലാം പ്രതികരണങ്ങൾ എന്താവുമെന്ന് മനസ്സിൽ മുൻകൂട്ടി എഴുതി വയ്ക്കുക. അപ്പോ പിന്നെ ഞെട്ടേണ്ടി വരില്ല. ഞാനിങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഈ ലോകം മുഴുവൻ നിന്നെ ശത്രുതയോടും വെറുപ്പോടുകൂടിയും നോക്കും എന്നല്ല അർത്ഥം. ചിലപ്പോൾ ചിലരെങ്കിലും നിന്നെ മനസ്സിലാക്കാം. നിർഭാഗ്യവശാൽ നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെയുള്ള ഹൃദയാലുക്കൾ വളരെ കുറവാണ്.